ശ്രീ പത്മനാഭൻ ഇപ്പോൾ പറയുന്നത് രണ്ട് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ചോര കുടിക്കാൻ ചില കുറുക്കന്മാർ ഇവിടെ നടക്കുന്നു എന്ന രാഷ്ട്രീയ ആരോപണം ആർക്ക് നേരെയാണ് ഉതിർത്തുന്നതെന്ന് അറിയാമല്ലോ. കൃത്യമായി ബിജെപിക്കെതിരെയാണ് ആ ഒരു ആരോപണം വന്നിരിക്കുന്നത്. താങ്കൾക്ക് പ്രതികരിക്കാം. ഇല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല, ഇത് മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമല്ല. ഞാൻ അതിലൊരു മാറ്റമില്ല. ഇതൊരു നിയമ പ്രശ്നം. ഇത് 1995 കോൺഗ്രസ് സർക്കാർ പാസാക്കിയ നിയമം ഉണ്ടാക്കിയ വലിയ കുഴപ്പം ഇതാണ്. ഇതിന്റെ അടിസ്ഥാനം ഇപ്പോ ഈ മുനമ്പത്തിന്റെ അടിസ്ഥാനം. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം, അതായത് വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്ന കാര്യം. ഇപ്പൊ ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നിയാസ് ഇവിടെ പറഞ്ഞത് മുനമ്പം വഖഫ് ഭൂമി അല്ല എന്നാണ്. ഞാൻ വളരെ ലളിതമായി ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് മുസ്ലിം ലീഗിനെ കൊണ്ട് സമ്മതിപ്പിച്ച് CPM-ഉമായിട്ടും കേരളത്തിലെ ഭരണകക്ഷിയുമായി സംസാരിച്ച് ഇതൊരു ഒത്തുതീർപ്പുണ്ടാക്കാൻ കോൺഗ്രസ് മുൻകൈ എടുക്കുമോ? സാധ്യമല്ല. കോൺഗ്രസ് എടുക്കാൻ പറ്റില്ല. കോൺഗ്രസിന് മാത്രവുമല്ല, നാളെ പാർലമെന്റിൽ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന് മുനമ്പം പാർലമെന്റിന്റെ അകത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP പ്രസംഗിക്കുമോ? മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് പ്രസംഗിക്കൂല. അതാ ഞാൻ പറഞ്ഞത്, കേൾക്കുമ്പോ സുഖമുള്ള വർത്താനം മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ നടക്കുന്നില്ല. കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിയമ ഭേദഗതി വരണം. ഇപ്പോ നിയമ ഭേദഗതിക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ എന്താ ഇതിന്റെ പ്രശ്നം അറിയോ? ഇതിന് അടിസ്ഥാനപരമായി കുറെ പ്രശ്നമുണ്ട്. ഈ വഖഫ് ബൈ യൂസർ ഇതൊരു വലിയ പ്രശ്നമാണ്. അതായത് ഒരു പൊതു മൈതാനി എല്ലാ ഈദ്ഗാഹിനും എല്ലാ ഈദിനും നിസ്കാരത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വഖഫ് ബൈ യൂസ് ആക്കി മാറ്റിയ ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ പല ഭാഗത്തുണ്ട്. അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അറിയാലോ, നമുക്ക് ഹുബള്ളിയിൽ പണ്ടുണ്ടായ പ്രശ്നം. അപ്പൊ അത് വലിയ അത് വഖഫാന്നാണ് പറഞ്ഞത്. അത് വഖഫൊന്നല്ല, അത് മുനിസിപ്പൽ മൈതാനിയാണ്. അതിന് ഹിന്ദുക്കളെ ഉത്സവത്തിന് ഉപയോഗിക്കാം, മുസ്ലിങ്ങൾക്ക് ഈദ്ഗാഹിന് നമസ്കാരം നടത്താം, രാഷ്ട്രീയ പാർട്ടിക്ക് പൊതുയോഗം നടത്താം. അങ്ങനെ വഖഫ് ബൈ യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. രണ്ടാമത്തത് വഖഫ് ബൈ എന്താ പറയാ വാക്കാലുള്ള വഖഫ്. ഈ വാക്കാലുള്ള വഖഫ് അപകടകരമാണ്. കാരണം വി ആർ ലിവിങ് ഇൻ എ ഡിജിറ്റലൈസ്ഡ് വേൾഡ്. നമ്മൾ ഡോക്യുമെന്റേഷനും കഴിഞ്ഞ് ഡിജിറ്റലിലേക്ക് എത്തി. നമ്മൾ രജിസ്ട്രാർ ഓഫീസിലെ രേഖകൾ തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യുന്ന കാലത്തിൽ നിന്നും നമ്മൾ എവിടെ എത്തി? ഡിജിറ്റലൈസേഷനിലെത്തി. ഇപ്പൊ ഡിജിറ്റലൈസേഷൻ നടക്കുക നമ്മുടെ നാട്ടിലെ എല്ലാ ഭൂമിന്റെ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വാക്കാലുള്ള വഖഫും അപകടം ചെയ്യും, കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. പിന്നെ ഒരാൾ വഖഫ് ചെയ്യണമെങ്കിൽ അയാൾ 5 കൊല്ലം മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് ചെയ്യണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാരണം പല അമുസ്ലിങ്ങളുടെ സ്വത്തും ഇപ്പൊ തർക്കത്തിലാണ്. അതായത് വഖഫ് ചെയ്തു എന്നാ പറയുന്നത്, അമുസ്ലിം വഖഫ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ അത് അവിടെ വലിയ പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം അറിയാലോ, ഇതൊക്കെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതിനൊക്കെ ഒരു കൃത്യത വരുത്തുക, എല്ലാം രേഖകളാക്കണം, എല്ലാം അതിരുകളും തിരിക്കണം, എല്ലാത്തിനും കൃത്യമായ മേൽനോട്ടം വേണം. ആ മേൽനോട്ടം 37 ലക്ഷം ഏക്കർ ഭൂമി, അത് മുംബൈ നഗരത്തിന്റെ 20 ഇരട്ടി. അതാണ് സുപ്രീം കോടതി ജഡ്ജി വേണം, അല്ലെങ്കിൽ ഒരു വളരെ മുതിർന്ന അഭിഭാഷകൻ വേണം, മാനേജ്മെന്റ് വിദഗ്ധൻ വേണം, പാർലമെന്റിലെ 5 അംഗങ്ങൾ വേണം, സംസ്ഥാനത്ത് വരുമ്പോ MLA-മാര് വേണം, അത്തരത്തിലുള്ള മുതിർന്ന ആളുകൾ, ബാർ കൗൺസിൽ പ്രതിനിധികൾ വേണം. കാരണം ഇതിനൊരു സംരക്ഷണം വേണമെന്ന്. കുറെ രാഷ്ട്രീയക്കാർ കയറി ഭരിക്കുകയാണ് വഖഫ് ബോർഡ്. കുറെ രാഷ്ട്രീയക്കാർ കയറി ഭരിക്കുക, എന്നിട്ട് ഈ സാധനം കാണാനില്ലാന്ന്. 60% ഭൂമി കാണാനില്ല. 60% ഭൂമി കാണാനില്ല. ഇത് കണ്ടവൻ കയ്യേറി കഴിഞ്ഞു. ആ കയ്യേറിയ കൂട്ടത്തിൽ ഹിന്ദുക്കളും ഉണ്ടാവും, സിഖുകാരും ഉണ്ടാവും, മുസ്ലിങ്ങളും ഉണ്ടാവും, എല്ലാ വിഭാഗം ആൾക്കാരുണ്ടാവും. അങ്ങനെ കയ്യേറാൻ പറ്റൂലല്ലോ. ഒരാൾ വിശ്വാസത്തിന്റെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ദൈവനാമത്തിൽ നീക്കിവെച്ച ഭൂമി കയ്യേറാൻ പാടുണ്ടോ? ആ കയ്യേറിയിട്ട് മാരിയോട്ട് ഹോട്ടലും അതുപോലെ തന്നെ മണിമന്ദിരങ്ങൾ കേരളത്തിലുണ്ട്. പുറത്തു വരാൻ പോവാ കേരളത്തില്. അതെ, ഈ ഒരു CPM-കാരൻ ഇങ്ങനെ ഒന്ന് കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ എന്ത് നിലപാടെടുക്കുന്നത് നമുക്കറിയില്ല. കളമശ്ശേരിയിൽ ഉണ്ടല്ലോ ഒരു കൃത്യമായ ഒരു ഉദാഹരണം. അവിടെ CPM നേതാവ് ഹസൈനാർ കയ്യേറി വെച്ചിരിക്കുന്നത് കളമശ്ശേരിയിലെ വഖഫ് ഭൂമി കയ്യേറി വെച്ച് അയാൾ യഥേഷ്ടം ഉപയോഗിക്കുകയാണ്. ശ്രീ നിയാസ്, അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നോക്കൂ, നിങ്ങൾ ഈ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി, ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ഒരു നിലപാടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹസൈനാരുടെ വിഷയം താങ്കൾക്ക് അറിയാമോ ശ്രീ നിയാസ്?
ശ്രീ നിയാസ്, ഹസൈനാരുടെ വിഷയം താങ്കൾക്ക് അറിയാമോ? ഞാനതറിയില്ല, ഞാനതറിയില്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഒരു വ്യവസ്ഥാപിതമായ നിയമത്തിൽ ഒരാൾ ഇപ്പോൾ ശ്രീ പത്മനാഭൻ്റെ ഭൂമി അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ഭൂമി എൻ്റെതാണെന്ന് പറഞ്ഞാൽ കോടതി കൊടുത്താൽ കോടതി നോട്ടീസ് അയക്കും, സ്റ്റാറ്റസ് കോ നിലനിർത്താൻ പറയും, സ്വാഭാവികമാണ്. അതിനുശേഷം എന്നോട് തെളിവുകൾ ഹാജരാക്കാൻ പറയും. തെളിവുകൾ ഹാജരാക്കി പറയും ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് നേരത്തെ എടുത്ത സ്റ്റാറ്റസ് കോ ഒക്കെ ഒഴിവാക്കി അത് ശ്രീ പത്മനാഭൻ്റെ ഭൂമി കൊടുക്കും. അത് തന്നെയാണ് ഈ സിവിൽ ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതാണ് ഇപ്പോൾ വഖഫ് ആക്ടിൽ വഖഫ് ഭൂമി വഖഫ് ട്രിബ്യൂണലും വഖഫ് ബോർഡുമാണ്. വഖഫ് ബോർഡ് ആദ്യവും പിന്നെ അതിന് അപ്പലറ്റ് അതോറിറ്റി ആയി വഖഫ് ട്രിബ്യൂണലുമാണ്. അതിൽ വളരെ കൃത്യമായ നിലപാടെടുക്കും. ആ നിലപാട് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിനിടയിൽ ഇന്റർവ്യൂ ഓർഡറും ഒക്കെ ഫൈനൽ ഓർഡറോടുകൂടി പോകും. അത് സ്വാഭാവികമാണ്. പിന്നെ ഇവിടെ ശ്രീ പത്മനാഭൻ രണ്ട് അർത്ഥത്തിലാണ് പറയുന്നത്. ഒരു ഭാഗത്ത് പറയുന്നത് വഖഫ് ഭൂമികളൊക്കെ 60% ഇത് ഭൂമി കയ്യേറിപ്പോയി, അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കണമെന്ന് ഒരു ഭാഗത്ത് പറയുക. മറുഭാഗത്ത് പറയുക ഒരുപാട് വസ്തുക്കൾ വഖഫ് അന്യാധീനമായി പിടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടി എങ്ങനെയാണ് ശ്രീ പത്മനാഭ ഒരുപോലെ ശരിയാവുക? ഒന്നെങ്കിൽ വഖഫ് ഭൂമികളൊക്കെ കയ്യേറിപ്പോയി, അല്ലെങ്കിൽ വഖഫ് ഭൂമികളൊക്കെ നിലനിർത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ഭാഗത്ത് നിലനിർത്തണമെന്നും ഒരു ഭാഗത്ത് നിലനിർത്താൻ വേണ്ടിയാണ് ഈ അമെൻമെന്റ് എന്ന് പറയുക, ഒരു ഭാഗത്ത് പറയുന്നത് വഖഫ് ഭൂമി ഉണ്ട്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, അതൊന്ന് വിശദീകരിച്ച് പോകാം. കാരണം പാർലമെന്റ് ഉൾപ്പെടുന്ന സ്ഥലം പോലും വഖഫാണെന്ന് പറഞ്ഞു വെക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, അതിലെന്താ പ്രശ്നം അറിയോ? ഗുരുവായൂർ അമ്പലത്തിന്റെ ഭൂമി, കോട്ടെ തൃശ്ശൂര് എന്താ പള്ളിയുണ്ടല്ലോ പുത്തമ്പള്ളി, അതിന്റെ ഭൂമി ഒരാൾ കയ്യേറിയാൽ അല്ലെങ്കിൽ ആ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം വേറൊരാളുടെ ഭൂമി കയ്യേറിയാൽ, പുത്തമ്പള്ളി വേറൊരാളുടെ ഭൂമി കയ്യേറിയാൽ, ഇത് എവിടെയാണ്? ഭൂമിയുടെ വസ്തുവിന്റെ വിലയ്ക്ക് അനുസൃതമായി മുൻസിഫ് കോടതിയിലോ സബ് കോടതിയിലോ ആണ് കേസ് വരേണ്ടത്. വഖഫിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വഖഫിന്റെ കാര്യത്തിൽ വഖഫിന് തോന്നുകയാണ് ഒരാളുടെ ഭൂമി ഞങ്ങളുടേതാണെന്ന്. വഖഫ് ഒരു നോട്ടീസ് അയച്ചാൽ പിന്നെ ആ ആൾ തെളിയിക്കണം എന്റേതാണെന്ന്. നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ്? വൺ ഹു അലജസ് ഹാസ് ടു പ്രൂവ്. ആരോപിക്കുന്ന ആൾ തെളിയിക്കണം എന്നാ. ഇവിടെ അതല്ല. വഖഫ് നോട്ടീസ് അയച്ചാൽ വഖഫ് ബോർഡ് മുമ്പാകെ വന്ന് അയാൾ തെളിയിക്കണം ഇത് എന്റേതാണ്. വഖഫ് ബോർഡിൽ ഇരിക്കുന്നത് ആരാ? അതാത് കാലത്തെ ഭരണകക്ഷിയിൽപ്പെട്ട മുസ്ലിം നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അല്ലേ? മുൻസിഫ് കോടതിയാ സബ് കോടതിയാ? പിന്നെ നോട്ടീസ് അയച്ചാൽ അവിടെ പോയിട്ട് അത് കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ. ഇവിടെയൊക്കെയാണ് കുഴപ്പം. ഇതൊക്കെ മാറ്റി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലയിലെ പരമാധികാരി, കലക്ടർ എന്ന് പറഞ്ഞാൽ ആരറിയോ? റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലയിലെ പരമാധികാരി ആദ്യം പരിശോധിക്കും. രണ്ടാമത് സിവിൽ കോടതിക്ക്, അതായത് വാല്യുവേഷൻ നോക്കി വസ്തുവിന്റെ വില നോക്കി മുൻസിഫിലേക്കും സബിലേക്കും പോകും. അപ്പൊ പ്യുവർ സിവിൽ ഡിസ്പ്യൂട്ടായി മാറും. ഇപ്പൊ പ്യുവർ സിവിൽ ഡിസ്പ്യൂട്ട് അല്ല. ഇതാണ് ഇതിന്റെ കുഴപ്പം. ഇത് നിങ്ങൾ 95 ഉണ്ടാക്കിയ അനാവശ്യമായ വക്കീലെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. താങ്കൾ പറഞ്ഞു ഇത്ര സ്റ്റിഞ്ചന്റ് ആയിട്ടുള്ള വഖഫ് ആക്ട്, അത് അവർക്ക് തോന്നിയാൽ അത് നിയമപരമായി ആർക്കെതിരാണോ തോന്നിയത് അയാൾ തെളിയിക്കണമെന്ന്. അങ്ങനെ സ്റ്റിഞ്ചന്റ് ആയ ആക്ട് ഉണ്ടായിട്ട് പോലും ഇവിടെ താങ്കൾ പറഞ്ഞത് 66% ഭൂമി കയ്യേറിപ്പോയി. സ്റ്റിഞ്ചന്റ് ആക്ട് നിലവിലുണ്ടായി വഖഫ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയിട്ട് പോലും പോയ സ്ഥലമാണ് ഇപ്പോൾ അത് നേരെ സിവിൽ കോടതിയിലേക്കും കലക്ടർക്കും കൊടുക്കുന്നത്. കലക്ടർക്കും സിവിൽ കോടതിക്ക് പോയാൽ പിന്നെ ഈ വഖഫ് എന്ന് പറയുന്ന സാധനം 66% 100% വഖഫ് ഇല്ലാതായി പോകും. അതാണ് ഞങ്ങളുടെ ആൻസൈറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത്ര സിഞ്ചന്റ് ആയിട്ട് പോലും 60% പോയി. അതുകൊണ്ട് ഇപ്പോ സ്വത്തുക്കള് 100% പോയി പോകുന്ന കൈവശം വരുന്ന സ്വത്തുക്കള് മറ്റ് മതസ്ഥർ കയ്യേറിയതാണോ? വഖഫ് ബോർഡിന്റെ തന്നെ കഴിവില്ലായ്മയും കെടുകാര്യസ്ഥതയും കൊണ്ട് നഷ്ടപ്പെട്ടതല്ലേ? അതൊരു ചോദ്യമാണ്. ശ്രീ പത്മനാഭൻ കൂടി ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടുന്നു. ഇതെന്താ വിഷയം അറിയോ? ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയക്കാരെ കുത്തി നിറച്ച വഖഫ് ബോർഡിന് ഇത് സംരക്ഷിക്കാനൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നും പറയുകയാണെ ആരെ അടക്കി കുറ്റം പറയല്ല, താല്പര്യമില്ല. അവർക്കൊരു 3-4 കൊല്ലം കിട്ടും. ആ കൊല്ലത്ത് അവിടെ ഇരുന്ന് അതിന്റെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് അവർ പോവും. അടുത്ത ഭരണം വരും, അടുത്ത ബോർഡ് വരും. ഇത് നാളെ മുതൽ ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി ലെവൽ ഉദ്യോഗസ്ഥൻ, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിമാർ,
മുതിർന്ന അഭിഭാഷകർ, മാനേജ്മെന്റ് വിദഗ്ധന്മാർ ഇങ്ങനെ ഗൗരവമുള്ള ഒരു സംവിധാനത്തിന്റെ കീഴിൽ വരികയാണ്. അപ്പൊ എന്താ ഉണ്ടാവാൻ പോകുന്നത്? അന്യാധീനപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ തുടങ്ങും. അതോടൊപ്പം ഈ 40-ാം വകുപ്പ് പോകുന്നതോടുകൂടി സിവിൽ കോടതിയിലേക്ക് പോകുന്നതോടുകൂടി ഇത് രാജ്യത്തെ സിവിൽ നിയമങ്ങൾക്കനുസരിച്ച് വ്യവഹാരം നടക്കുള്ളൂ. ഈ വഖഫ് ബോർഡിൽ കാലാകാലം ഇരുന്ന രാഷ്ട്രീയക്കാരാണ് വഖഫ് ഭൂമി നശിപ്പിച്ചത്. നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പോകണ്ട, ഇത്രയേ ഉള്ളൂ. പിടിച്ചെടുക്കും, എന്നിട്ട് കണ്ടവൻ കൊണ്ടുപോകും. കണ്ടവൻ കൊണ്ടുപോയതാണ്. സുപ്രീം കോടതി വരെ കേസ് നടത്തി തോറ്റതാ ഹൈദരാബാദിലെ മാരിയോട്ട് ഹോട്ടൽ. ഹൈദരാബാദ് മുസ്ലിം രാജാക്കന്മാർ ഭരിച്ച നഗര. അവിടെയൊക്കെ കണ്ടമാന വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. ഇന്ന് അതിന്റെ 1/3 ഇനി ഞാനൊരു തമാശ പറയട്ടെ. ഈ ഒവൈസിയിലെ അസാറുദ്ദീൻ ഒവൈസി, അയാളാരാ മോൻ? അയാളെ വീടും ഷോപ്പിംഗ് കോംപ്ലക്സും ബിസിനസ് സാമ്രാജ്യവും ഒക്കെ നിൽക്കുന്ന വഖഫ് ഭൂമിയിലാണ്. ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരെ മാത്രം ഇത് ഭരിക്കാൻ വിട്ടുകൂടാ. ഇതിനൊരു ഉത്തരവാദിത്തം വേണം, ഗൗരവം വരണം. അതാണ് തീരുമാനം. ഓക്കെ.